വബറകാതുഹു. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് വിശിഷ്ട വക്കീലുകൾ, സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, സാംസ്കാരിക ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം എന്തായിരിക്കണം, എങ്ങനെയാണ് മനുഷ്യൻ സംസ്കാരമുള്ളവനാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ്റെ ജീവിത രീതിയും മൂല്യങ്ങളും ലോകത്തിന് വെളിച്ചു വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സംസ്കാര സമ്പന്നനാവുന്നത്. ശരിയായ വിദ്യാഭ്യാസം അതാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അത് മഗ്‌രിബ് ഏകദേശം അടുത്തു പോയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം ഞാൻ സംസാരിക്കുന്നതാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നാം വളരെയധികം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് രാജ്യത്തുള്ള സംസ്കാരം മടക്കി പിടിക്കണം എന്ന് പറഞ്ഞാൽ സംസ്കാരമൊക്കെ എവിടെയോ പോയി മനുഷ്യന് സംസ്കാരമില്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഖേദകരമായ കാഴ്ചയാണ് നാം കാണുന്നതും കേൾക്കുന്നതും. അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും പ്രവർത്തനത്തെയും മടക്കിപ്പിടിച്ച് സാംസ്കാരിക പ്രവർത്തനം ഇവിടെ കൊണ്ടുവരണം. ഈ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ഇവിടെ വന്നിറങ്ങിയ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഇറങ്ങിയ കൊടുങ്ങല്ലൂർ, അതെല്ലാം ഇവിടെയാണ്, ഈ ജില്ലയിലാണ്. അതുകൊണ്ട് അവർ എന്ത് സംസ്കാരമായിരുന്നു പഠിപ്പിച്ചതെന്നും നാം എന്ത് സംസ്കാരമാണ് കൈക്കൊള്ളേണ്ടത് എന്നും പ്രത്യേകമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാം. ഞാൻ മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നതാണ്. നിർത്തിക്കൊണ്ട് ഞാൻ